വിഴിഞ്ഞം വിഷയത്തിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും ദിവ്യ എസ് അയ്യരുടെ സ്ഥാനമാറ്റത്തിലും CPM-ലെ ഭിന്നത മൂർച്ഛിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും ഉന്നയിച്ച ആരോപണം EP ജയരാജൻ തള്ളുകയും ദിവ്യ എസ് അയ്യരെ അനുകൂലിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തിയ പ്രസ്താവന KK ശൈലജ തള്ളുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ രാഗേഷിനെ തള്ളി PK ശ്രീമതിയും രംഗത്ത് വരുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് പരസ്പരം ഈ പാർട്ടി നിലപാട് തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. പിണറായിക്കും MV ഗോവിന്ദനും പാർട്ടിയിൽ എതിർചേരി രൂപപ്പെടുന്നുവെന്ന സംശയമാണ് ഇത് ഉയർത്തുന്നത്. എന്താണ് CPM-ൽ സംഭവിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം വിഴിഞ്ഞം ഓഹരി വിൽപ്പനയിൽ മുഖ്യമന്ത്രി VD സതീശനെ ലക്ഷ്യമിട്ടായിരുന്നു CPM ആരോപണം കടുപ്പിച്ചത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയമായിരുന്നു വിഴിഞ്ഞത്തേത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ നടത്തിയ യാത്രയുമായി ബന്ധപ്പെടുത്തി ഈ CPM ഈ ആരോപണം ആളിക്കത്തിക്കാനാണ് ശ്രമിച്ചത്. കോൺഗ്രസിനുള്ളിൽ നിന്നും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. KC വേണുഗോപാൽ ഉൾപ്പെടെ അദാനി ബന്ധത്തിനെതിരെ ശക്തമായി രംഗത്തു വന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ ആരോപണം കൊഴുക്കുകയും അതിന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉറച്ച പിന്തുണ നൽകി വരുമ്പോഴാണ് മുതിർന്ന നേതാവായ EP ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. അദാനിയുടെ വിശദീകരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ EP ഈ വിഷയത്തിൽ പിണറായിയുടെ ലൈനിനൊപ്പമല്ല താനെന്ന് പരസ്യമാക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച അഴിമതി ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നുവെന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ഉന്നയിക്കട്ടെ എന്നതാണ് EP ജയരാജൻ പറഞ്ഞത്. ആരോപണങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാർ, വിജിലൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ EP താൻ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആരാണോ ആക്ഷേപം ഉന്നയിച്ചത് അവരോട് ചോദിച്ച് കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത് എന്നും അദ്ദേഹം മറുപടി നൽകി. എന്താണ് ഈ വിഷയത്തിൽ തന്റെ നിലപാടെന്ന് തുറന്നു പറയുകയാണ് EP ജയരാജൻ ചെയ്തത്. EP ജയരാജന്റെ ഇന്നലത്തെ ആ പ്രതികരണം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. ആരോപണം ഉന്നയിക്കുന്നവർ ഉന്നയിക്കട്ടെ എന്ന് EP പറയുന്നു. അതേ നിലപാടിൽ തന്നെയാണ് EP ജയരാജൻ ഇന്നുമുള്ളത്. അത് കൃത്യമാണ്. തനിക്ക് അത്തരം ആരോപണങ്ങളില്ല എന്നതാണ് EP ജയരാജൻ പറയുന്നത്. ദിവ്യ എസ് അയ്യരെ മാറ്റിയത് വലിയ വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പുതിയ സർക്കാർ വരുമ്പോൾ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് സ്വാഭാവിക നടപടി മാത്രമെന്നുമായിരുന്നു KK ശൈലജയുടെ ഈ വിഷയത്തിലെ മറുപടി. അത് ഇന്നും അവർ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് PK ശ്രീമതിയും ഇന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നത്. ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ IAS ഉദ്യോഗസ്ഥരെ മാറ്റാൻ അധികാരമുണ്ട് എന്നതാണ് PK ശ്രീമതിയും പറയുന്നത്. ചിലപ്പോൾ മാറ്റിയില്ല എന്നും വരാം. മാറ്റവുമായി ബന്ധപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്നതാണ് PK ശ്രീമതി പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ല എന്നും അവർ പറയുന്നു. ഉദ്യോഗസ്ഥയെ മാറ്റിയതിൽ അസ്വാഭാവികതയില്ലെന്ന് ശ്രീമതി പറഞ്ഞു. KK രാഗേഷ് വ്യക്തമായി കാര്യങ്ങൾ പറയണം, എന്നാലേ എല്ലാവർക്കും ബോധ്യപ്പെടൂ. ആവിലുമില്ല ദുനിയാവിലുമില്ല എന്ന മട്ടിൽ സംസാരിക്കരുത്. ഇന്ന കാരണങ്ങളാലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് KK രാഗേഷ് വ്യക്തമായി പറയുകയാണ് വേണ്ടതെന്നും PK ശ്രീമതി പറഞ്ഞു. വിഴിഞ്ഞത്തിൽ EP ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും PK ശ്രീമതി പറയുമ്പോൾ നിലപാട് വ്യക്തമാണ്. താൻ EP ജയരാജൻ പറഞ്ഞതിനൊപ്പമാണ് എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കുകയാണ് PK ശ്രീമതിയും ചെയ്തിരിക്കുന്നത്. ഇതോടെയാണ് CPM-ലെ ഭിന്നത കൂടുതൽ പ്രകടമായത്. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും തെറ്റുതിരുത്തിയാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ MV ജയരാജനെ MV ഗോവിന്ദൻ തിരുത്തുന്നതും ജയരാജൻ അതിന് പറഞ്ഞത് പിൻവലിക്കേണ്ടി വന്നതുമൊക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഈ ഭിന്നതയും പാർട്ടിയിൽ മറനീക്കുന്നത്. ദിവ്യ എസ് അയ്യരെ മാറ്റിയത് ഓഹരി വിൽപ്പനയ്ക്ക് എതിരായതിനാലാണെന്നായിരുന്നു KK രാഗേഷിന്റെ ആരോപണം.
സർക്കാരിന് ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള അധികാരമുണ്ടെന്നാണ് 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ ഒരു സംശയത്തിനും ഇടയില്ലാതെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചതിനെയും അവർ ചോദ്യം ചെയ്യുകയാണ്. അതോടെ ഫലത്തിൽ കണ്ണൂർ CPM-ൽ ഈ വിഷയത്തിൽ 2 അഭിപ്രായമുണ്ട്, 2 ചേരിയിലാണ് നേതാക്കൾ എന്നത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. പാർട്ടിയിൽ ഇത് അപൂർവമാണ്. പാർട്ടി നേതൃത്വം എടുത്ത നിലപാടിനെ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള നേതാക്കളുടെ കടന്നുവരവ് CPM-ൽ അപൂർവ കാഴ്ചയാണ്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് ഇത്തരത്തിലുള്ള ഭിന്നാഭിപ്രായം പരസ്യമാക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യക്ഷത്തിൽ KK രാഗേഷാണ് ഇതിലെ ഉന്നമെങ്കിലും അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്നതാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ KK രാഗേഷിനെതിരെ കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവിയിൽ രാഗേഷിനാണ് ഉത്തരവാദിത്തമെന്നാണ് വിമർശനം. ഇതിനിടയിലാണ് ദിവ്യ S അയ്യരുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും നേതാക്കളുടെ തള്ളിപ്പറയലും കൂടി ഉണ്ടാകുന്നത്. വ്യക്തി താൽപര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടത്തുന്നു എന്നുള്ള വിമർശനങ്ങൾ രാഗേഷിനെതിരെ പല നേതാക്കളും ഉയർത്തുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ പലരെയും മറികടന്നാണ് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ ഓഫീസിലെ ചുമതലക്കാരനിൽ നിന്ന് രാഗേഷ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ശനിയാഴ്ച മുതൽ 3 ദിവസം സംസ്ഥാനത്തെ തോൽവി വിലയിരുത്തേണ്ട, തിരുത്തലുകൾക്ക് രൂപം നൽകേണ്ടുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുണ്ടായ പാർട്ടിയിലെ തെറ്റ് തിരുത്തലുകൾക്കായി ഓഗസ്റ്റിൽ വിശാലമായ സംസ്ഥാന കമ്മിറ്റിയും ചേരാനിരിക്കെയാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിലുകൾ പാർട്ടിയിൽ നടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് താഴെത്തട്ടിൽ ഉയർന്ന വികാരം സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നും തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല എന്നുമൊക്കെയുള്ള വിലയിരുത്തൽ CPM-ലുണ്ട്. ഈ അതൃപ്തിക്കിടെയാണ് സർക്കാരിനെ തുടക്കത്തിൽ തന്നെ കടന്നാക്രമിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം പാളുന്നത്. PM ശ്രീയിലും വീര്യം കുറഞ്ഞ മദ്യത്തിലും ഇപ്പോൾ ഇതാ വിഴിഞ്ഞം വിഷയത്തിലും CPM-ന് അവരുടെ മുൻകാല നടപടികൾ തന്നെ തിരിച്ചടിയാകുന്നു. ഓഹരി കൈമാറ്റ ചർച്ചകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതും പാർട്ടി മുഖപത്രത്തിന് ഈ വിഷയത്തിലുണ്ടായ ജാഗ്രതക്കുറവും അവരെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെയാണ് പാർട്ടിയിലെ ഭിന്നത കൂടി മറനീക്കി പുറത്തുവരുന്നത്. ഇത് നേതൃത്വം എങ്ങനെ നേരിടുന്നു, വിശദീകരിക്കുന്നു എന്നതാണ് ഇനി കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.